ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പദ്ധതിയിൽ 47.26 കോടി രൂപയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രപരവും പവിത്രവുമായ പാരമ്പര്യം നിലനിർത്താനായി 100 കോടി രൂപ അനുവദിച്ചായി 151 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് അനുവദിച്ചിട്ടുള്ളത്. വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ആവാസ് യോജനയുടെ രണ്ടാം ഘട്ടത്തിൽ കേരള സർക്കാർ ഒപ്പുവെക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 നഗരങ്ങളിൽ ഒന്നായി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് അണിചേരാം. ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് ഈ ചരിത്ര വിജയത്തിന് പിന്തുണ നൽകിയ തിരുവനന്തപുരം ജനതയ്ക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ തങ്കലിപികളായി എഴുതി ചേർത്ത സുദിനമാണെന്ന്. നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റാണ് അംഗീകാരത്തിനായി സഭയുടെ മുൻപാകെ ഈ ദിവസം അവതരിപ്പിക്കുന്നത്. നാം മാറ്റത്തിന് തുടക്കമിട്ടവരാണ്. തലസ്ഥാന നഗരിയെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമത്തിന് ഒപ്പം നിന്നവരാണ് തിരുവനന്തപുരത്തെ ജനത. വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചപ്പോൾ അതിനായി വിധി എഴുതിയ ജനതയ്ക്ക് നല്ല ഭരണത്തിന്റെ മാതൃക നൽകാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 5 കൊല്ലം കൊണ്ട് ഭരണസമിതി നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രഥമ വർഷത്തെ ബഡ്ജറ്റ് രേഖയാണിത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തലസ്ഥാനത്തെത്തി നമ്മുടെ വികസന രേഖ ഏറ്റുവാങ്ങുമെന്ന പ്രഖ്യാപനം ഏവരും ആവേശപൂർവ്വം സ്വീകരിച്ചതാണ്. അധികാരത്തിലെത്തി 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി നഗര വികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനവും നൽകി. തുടർന്ന് പ്രധാനമന്ത്രി കൗൺസിലർമാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും എല്ലാ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറമുള്ളതാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രപരമായ മാറ്റത്തിനുള്ള സമയമാണിത്. അനന്തമായ വികസന സാധ്യതയുള്ള ഈ നഗരത്തിന്റെ വികസനം പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ നഗരത്തിന്റെ വികസനത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അകമഴിഞ്ഞ സഹായം നഗരസഭയ്ക്ക് ലഭിക്കുമെന്നുറപ്പാണ്. അത് പൂർണ്ണമായി വിനിയോഗിച്ച് നഗര വികസനം വേഗത്തിലാക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാന ലക്ഷ്യം. വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ആവാസ് യോജനയുടെ രണ്ടാം ഘട്ടത്തിൽ കേരള സർക്കാർ ഒപ്പുവെക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേന്ദ്ര വിഹിതമായി 150.94 കോടി രൂപയാണ് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചത്. എന്നാൽ PMAY രണ്ടാം ഘട്ടം കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് നിരാശാജനകമാണ്. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയാണ്. നഗരത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനായി അമൃത് 1 പദ്ധതിയിൽ 120.80 കോടി രൂപയാണ് ഇതുവരെ വകയിരുത്തിയിട്ടുള്ളത്. സിവറേജ് പദ്ധതിയിൽ 208.16 കോടി രൂപയാണ് നമുക്കായി വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പദ്ധതിയിൽ 47.26 കോടി രൂപയും നഗരത്തിലെ 3 ഇടങ്ങളിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നതിനായി 33 കോടി രൂപയും നഗരത്തിലെ പാർക്കുകളുടെ വികസനത്തിന് 5.85 കോടി രൂപയും അമൃത് 1-ൽ 415.07 കോടി രൂപയുമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കായി കേന്ദ്ര സർക്കാർ നൽകിയത്. അമൃത് 2.0 പദ്ധതിയിൽ 273.01 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികളാണ് തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നത്. സിവറേജ് 92.65 കോടി രൂപയും ജലാശയങ്ങൾ നവീകരിക്കുന്നതിന് 17.09 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അമൃത് 1, അമൃത് 2 പദ്ധതികളിലായി
797.82 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾ ഈ നഗരത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ സ്മാർട്ട് സിറ്റി രണ്ടാം ഘട്ടമായ സിറ്റീസ് 2.0 രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 18 നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. നെൽപ്പടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഖരമാലിന്യ സംസ്കരണത്തിനും മറ്റുമായി 151 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് അനുവദിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ അനന്തപുരിയുടെ വികസനം വേഗത്തിലാക്കുന്നതിനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കാലങ്ങളായി മുടങ്ങിക്കിടന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. തിരുവനന്തപുരത്തെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് യാഥാർത്ഥ്യമാക്കിയ കഴക്കൂട്ടം കാരോട് ദേശീയപാത പദ്ധതിയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രപരവും പവിത്രവുമായ പാരമ്പര്യം നിലനിർത്താനായി 100 കോടി രൂപ അനുവദിച്ച സ്വദേശി ദർശൻ പദ്ധതിയും പോലെ അനേകം കേന്ദ്ര പദ്ധതികൾ മോദി സർക്കാർ നഗരവികസനത്തിന് നൽകിയിട്ടുണ്ട്. സാധാരണക്കാരുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സ്മാർട്ട് സിറ്റി മിഷന് കീഴിലുള്ള നിരവധി കേന്ദ്ര പദ്ധതികൾ സഹായകരമായി. 1242.47 കോടി രൂപയുടെ പദ്ധതികളാണ് സ്മാർട്ട് സിറ്റിയുടെ കീഴിൽ നമ്മുടെ നഗരത്തിൽ നടപ്പാക്കിയത് എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഇതിനു പുറമെ സ്വച്ഛ് ഭാരത്, PM സ്വാനിധി, PM വിശ്വകർമ്മ, സ്മാർട്ട് ബസ്സുകൾ എന്നിവയെല്ലാം തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടുന്നവയാണ്. കേരള സർക്കാരിന്റെ നിരവധി ജനോപകരമായ പദ്ധതികളും നടപ്പിലാക്കുക എന്നതും ഈ ബഡ്ജറ്റിന്റെ ഉദ്ദേശമാണ്. 5 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 നഗരങ്ങളിൽ ഒന്നായി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് അണിചേരാം. ഭാരതത്തിലെ അതിപുരാതന നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഉയർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തിരുവിതാംകൂറിന്റെ ആവിർഭാവ ഘട്ടത്തിൽ തലസ്ഥാനം പത്മനാഭപുരം ആയിരുന്നുവെങ്കിലും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിതും കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിച്ച മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം പരിഷ്കരിച്ചു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ ധർമ്മരാജ തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന വികസന നടപടികൾ പൂർത്തീകരിച്ചു. തലസ്ഥാനം മാറ്റം പൂർണ്ണമായി രാജാ കേശവദാസ് വേലുത്തമ്പി ദളവയും നഗര വികസനത്തിന് ശ്രദ്ധേയമായ പങ്ക് വഹിച്ചു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് പ്രധാന നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം വികസിച്ചു. സവിശേഷമായ സാംസ്കാരിക ഭരണ ചരിത്രമുള്ള ഈ നഗരത്തിന്റെ സൗന്ദര്യവും മഹത്വവും മങ്ങാതെ കാത്തു സൂക്ഷിക്കുന്നതിന് നാം പ്രതിജ്ഞാബദ്ധരാണ്. നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രമാണ്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രം, പഴവങ്ങാട് ഗണപതി ക്ഷേത്രം, വെട്ടുകാട് മാതാ ദേവാലയം, ഭീമാപ്പള്ളി എന്നീ ആരാധനാലയങ്ങൾ മറ്റൊരിടത്തും കാണാത്ത പ്രത്യേകതകളാണ്. മതമൈത്രി കാത്തു സൂക്ഷിക്കുന്നതിന്റെ പ്രതീകമാണ് പാളയത്ത് വിവിധ മതങ്ങളുടേതായ 3 ആരാധനാലയങ്ങൾ. ഭാരതത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ട 1956 നവംബർ 1 മുമ്പ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെയും 1949 മുമ്പ് തിരുവിതാംകൂറിന്റെയും തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണ സാരഥ്യം 1921 വരെ സിറ്റി ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി എന്ന ഒരു സമിതിയായിരുന്നു നിർവഹിച്ചിരുന്നത്. 1921 മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി രൂപം കൊണ്ട 1921 സെൻസസ് പ്രകാരം ജനസംഖ്യ 7289 ആയിരുന്നു. 1940 ഒക്ടോബർ 30 തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ വിപുലമായ അധികാര അവകാശങ്ങളോടെ നിലവിൽ വന്നത്. അന്നത്തെ സിറ്റി കോർപ്പറേഷന് 34 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 1964 42 വാർഡുകളും 1970 46 വാർഡുകളും 1978 50 വാർഡുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിറ്റി കോർപ്പറേഷൻ വിപുലീകരിക്കപ്പെട്ടു. 73-74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കപ്പെട്ടു. 1995 സെപ്റ്റംബറിൽ നഗരപാലിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിൽ നിലവിൽ വന്നു. വർഷം 2020 ഒക്ടോബറിൽ സമീപത്തുണ്ടായിരുന്ന നേമം, തിരുവല്ലം, ആറ്റിപ്ര, ഉള്ളൂർ, കടകംപള്ളി എന്നീ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തതോടെ വാർഡുകൾ 81 ആയി. 2010 സമീപ പഞ്ചായത്തുകളായ ശ്രീകാര്യം, കഴക്കൂട്ടം, വിഴിഞ്ഞം, കുടുപ്പനക്കുന്ന്, വട്ടിയൂർക്കാവ് എന്നിവ കൂടി നഗരസഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ടതോടെ 100 വാർഡുകളായി. 2025 വാർഡ് വിഭജനത്തോടുകൂടി 101 വാർഡുകളുള്ള തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്.